ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ? ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ആദ്യം നമുക്ക് കുക്കർ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് റോ മസാലാസ് ഇട്ട് കൊടുക്കാം. അതായത് ഏലക്ക, സിനമൺ സ്റ്റിക്ക്, ഗ്രാമ്പൂ, ഇതൊക്കെ 2-3 പീസ് അനുസരിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 3 ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 മുഴുവനായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറിയിട്ട് ഗോൾഡൻ കളർ ആവുന്നിടം വരെ നല്ല പോലെ വഴറ്റിയെടുക്കുക, ചെറിയ തീയിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ചേർത്തതിന് ശേഷം പൊടി കരിഞ്ഞു പോകാതെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തന്നെ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു കൈ ഫുള്ള് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് ഇങ്ങനെ കുഴഞ്ഞ പരിവായി വരുമ്പോഴത്തേക്ക് നമുക്കിനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തോളൂ. എന്നിട്ട് നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ എല്ലാ മസാലയും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കതിൽ ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാ മസാലയും എല്ലായിടത്തേക്കും എത്തുന്ന പോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂൺ നിറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ബിരിയാണി മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ തീ മീഡിയമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം ഈ മസാല എല്ലാ മുട്ടയിലേക്ക് ആവുന്നത് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് റൈസ് നല്ലപോലെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ വാർത്തെടുത്തിട്ടുള്ള റോ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഈ മസാലയുടെ ഒക്കെ കൂടെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ റൈസ് ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞും കൂടി വരും. അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകില്ല ചോറ്. അപ്പോൾ നമുക്കിതൊന്നും കൂടി നല്ലപോലെ എല്ലായിടത്തേക്കും മസാലയിലും ചോറിലേക്കൊക്കെ ആകുന്ന പോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിസിൽ വന്നോളും. അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം. എല്ലാവരും അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു മീഡിയം തീയിൽ ആദ്യത്തെ വിസിൽ ഒരു ഫുൾ ഫ്ലെയിമിലും ബാക്കി 2 വിസിൽ മീഡിയം ഫ്ലെയിമിലും വെച്ച് കൊടുക്കാം. അപ്പം ഞാനത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേക്കും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് കേട്ടോ. ഇപ്പം നമുക്ക് 4 വിസിലാണ് കൊടുക്കേണ്ടത്. അപ്പം 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വിസിലൊന്ന് അതായത്
എയർ ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റൈസൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടി ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. എങ്ങനെയുണ്ടെന്നുള്ള ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.